ക്യാരറ്റ് പാവയ്ക്ക സ്പെഷ്യൽ പച്ചടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോഗ്രാം പാവയ്ക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഒരു അടിഭാഗം കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാവയ്ക്ക അരിഞ്ഞതും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി ഒരു ബ്രൗൺ നിറമാകുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് 100 ഗ്രാം ക്യാരറ്റും ഒരു ഇടത്തരം വലിപ്പമുള്ള സവാളയും 5 പച്ചമുളകും ചെറുതായി അരിഞ്ഞ് ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം ഇവയെല്ലാം നല്ല ബ്രൗൺ നിറമാകുന്ന സമയം ആകുമ്പോഴേക്കും നമുക്ക് 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂണിന്റെ പകുതിയോളം അളവിൽ കടുകും എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ബ്രൗൺ നിറം നല്ല ബ്രൗൺ നിറം ആവുന്ന സമയത്ത് മാത്രമേ ഇത് തേങ്ങായരപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും ഒരുപോലെ ആക്കി വറ്റിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വേവിച്ചിട്ടും വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് 1 കപ്പ് അല്ലെങ്കിൽ പുളി ഉള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് മതി കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തൈര് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുക. പിന്നെ തീ കത്തിക്കാൻ പാടില്ല കേട്ടോ. ഉള്ള ചൂടിലിരുന്ന് തൈരും ഈ കറിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് കടുകും കറിവേപ്പിലയും മൂപ്പിച്ചെടുത്തിട്ട് ഈ കറിയിൽ ചേർത്ത് കറി താളിച്ച് മറ്റൊരു മൺപാത്രത്തിലേക്ക് എടുത്ത് വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും കറി നല്ല കട്ടയായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ സദ്യയുടെ വിളമ്പുന്നത് കണ്ടിട്ടില്ലേ? സദ്യയിൽ 1 ടീസ്പൂൺ കറി നമ്മുടെ ഇലയിൽ ഒഴിച്ചു വരുമ്പോൾ അത് ഒഴുകി പോകാത്ത രീതിയിൽ അത്രയ്ക്ക് കട്ടയായിട്ട് വേണം ഈ കറി എടുക്കാനായിട്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ചോറുണ്ണാനായിട്ട് ഈ ഒരു കറി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും.